കേരള ടു ഗോവ ട്രാവൽ സീരീസ് പാർട്ട് 3. കേരള ടു ഗോവ ട്രിപ്പ് തുടങ്ങി ഇന്ന് 6th ഡേ ആണ്. 3rd മോർണിംഗ് ആണ് ഗോവയിൽ. സോ കുറേ ബീച്ചസ് ഉണ്ട് ഇവിടെ. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബീച്ചസ് ആട്ടോ ഇവിടെ ഉള്ളത്. ബാഗ, മോർജിയം, അഞ്ചുന എന്ന് പറയുന്ന ഡിഫറെൻറ്റ് നെയിംസുള്ള ബീച്ചസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഓൾമോസ്റ്റ് എല്ലാ ബീച്ചസിലും ഞങ്ങൾ വിസിറ്റ് ചെയ്തിരുന്നത്. ഞാൻ ആക്ച്വലി വീഡിയോസ് എടുക്കുന്ന ടൈമിൽ എല്ലാത്തും ഇങ്ങനെ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചെടുത്തതല്ല. അതുകൊണ്ട് തന്നെ എല്ലാ ബീച്ചസും ഞാൻ ഫോട്ടോസിലോ വീഡിയോസോ കവറപ്പ് ചെയ്തിട്ടില്ല. പക്ഷേ ഉള്ളത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഗോവയിലുള്ള ഒരുവിധം എല്ലാ ബീച്ചസും ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഏത് ബീച്ച് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഭയങ്കര ശാന്തമായിട്ടുള്ള തിരമാലകളാട്ടോ കാണാൻ കിട്ടുക. അത് കണ്ടിരിക്കാൻ തന്നെ ഒരു വേറെ ബ്യൂട്ടിയാണ്. ഈ പീസ്ഫുൾ ആയിട്ടുള്ള ബീച്ചിൻ്റെ സൈഡിൽ ഞാൻ കുറേ നേരം കളിച്ചു കിട്ടോ. കുറേ വെള്ളത്തിൻ്റെ അടുത്ത് പോലും, അതുപോലെ തന്നെ കുറേ പേരൊക്കെ എഴുതി വെള്ളം അടുത്തേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കി നിന്ന് അങ്ങനെയൊക്കെ കുറേ ടൈം സ്പെൻഡ് ചെയ്ത് ഭയങ്കര ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പീസ്ഫുൾ ആംബിയൻസ് നമുക്ക് അവിടെ പോയപ്പോൾ കിട്ടിയിരുന്നു. ആക്ച്വലി ഗോവ ഭയങ്കര റഷായിട്ടുള്ള സ്ഥലമാണ്. പക്ഷെ നമ്മൾ വിസിറ്റ് ചെയ്ത ടൈമിൻ്റെ ആയിരിക്കാം കുറേ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ഫോറിനേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര പീസ്ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടു ഈ ട്രിപ്പ്. നമ്മുടെ ട്രിപ്പിൻ്റെ ആക്ച്വലി മെയിൻ പാർട്ട് തന്നെയാട്ടോ ഈ ഫോട്ടോസ് എടുക്കുക, വീഡിയോസ് എടുക്കുക, പോണ സ്ഥലത്തെ മെമ്മറീസ് ക്യാപ്ചർ ചെയ്യുക എന്നുള്ളത്. അതൊരു ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പിന്നീട് വീട്ടിൽ വന്നിരുന്ന് നോക്കുക എന്നുള്ളതൊക്കെ. ഞങ്ങളും അതുപോലെ കുറേ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്. ബീച്ചിലെല്ലാം എൻജോയ്മെൻറ്റ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഭയങ്കരമായിട്ട് വിശപ്പുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ? ബീച്ചിലൊക്കെ പോയി കളിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമുക്കൊരു വിശപ്പുള്ള പോലെ തോന്നും. സോ അടുത്തുള്ള ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു KFCയിൽ. അവിടെ പോയിട്ട് നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അവിടെ നമുക്ക് തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ. ടേക്ക് അവേ പോലെ ആണെങ്കിലും എന്താണെങ്കിലും ഓർഡർ ചെയ്യാം. ഞങ്ങൾ ആക്ച്വലി ഡൈനിങ്ങാണ് ചെയ്തത്. അപ്പോൾ ഫുഡൊക്കെ വേണ്ടത് ഓർഡർ ചെയ്ത് തീരെ തിരക്കുണ്ടായിരുന്നില്ല. പക്ഷെ കുറേ ടൈം എടുത്തു കേട്ടോ ഫുഡ് കിട്ടാൻ. ആക്ച്വലി ഒരു ഹാഫ് ആൻ അവർ അവിടെ തന്നെ നമ്മുടെ പോയിട്ടുണ്ടായിരുന്നു. ബട്ട് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടുന്ന് ബ്രേക്കിംഗ് ബ്രെഡ് വിത്ത് ആരോ എന്ന് പറയുന്ന ഷോപ്പിലാണ് പോയത്. വൺ ഓഫ് ദ ബെസ്റ്റ് കഫേ ആൻഡ് ബേക്കിംഗ് ഷോപ്പാണ് കേട്ടോ ഗോവയത്തെ. അപ്പോൾ നമ്മൾ അതൊന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്തതാണ്. വിസിറ്റ് ചെയ്ത് നോക്കിയപ്പോൾ വൈഡ് വെറൈറ്റീസ് ഓഫ് ബ്രെഡാണ് ആക്ച്വലി അവർക്കുള്ളത്. ക്രോസൻസ് ആയിക്കോട്ടെ, അതുപോലെ പല ടൈപ്പ് ഓഫ് വെറൈറ്റി ബ്രെഡ്സ് ഉണ്ട് ബേക്ക് ചെയ്തിട്ടുള്ളത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ബ്രെഡ് മേക്കിംഗ് ഫാക്ടറി, അതുപോലെ ചോക്ലേറ്റ് ഫാക്ടറി, ഇങ്ങനെയുള്ള ഫാക്ടറീസിലൊക്കെ പോയിട്ട് അവിടെ എങ്ങനെയാണ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അവർ മേക്കിംഗ് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. സോ ഇതിനെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ആക്ച്വലി വന്നൊരു സ്ഥലം തന്നെ ആയിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ഇതിൻ്റെ മേക്കിംഗ് ഒക്കെ കാണാൻ കേട്ടോ. പിന്നീട് അവിടുന്ന് ഞങ്ങൾ ആക്ച്വലി ഗോവൻ സിറ്റിയിലാണ് എത്തിയത്. ഗോവൻ സിറ്റി പഞ്ചിം സിറ്റിയാണിത്. ഗോവൻ്റെ ക്യാപിറ്റലാണ് ഈ പഞ്ചിം എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് 450 ഇയേഴ്സാണ് പോർച്ചുഗീസുകാർ നമ്മൾ ഗോവ ഭരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ ബിൽഡിങ്ങുകൾക്കും പഴയകാല പോർച്ചുഗീസ് ടച്ച് ഉണ്ട്. ഫസ്റ്റായി പോർച്ചുഗീസുകാരാണ് ബ്രെഡ് മേക്കിംഗ് കൊണ്ടുവന്നത്. പിന്നീട് അവിടെയുള്ള ആൾക്കാർ അത് ഏറ്റെടുക്കുകയും വീടുകളിൽ പാചകം ചെയ്യുകയും വിൽക്കുകയും ആയിരുന്നു. ഫോന്താനിസ് പറയുന്ന ഒരു ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള പഞ്ചിമിൽ തന്നെയുള്ള സ്ഥലമാണ് ഈ കാണുന്നത്. ഇവിടെ കുറേ ടൈപ്പ് ഓഫ് കഫേസ് ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇൻസ്റ്റാഗ്രാമിൽ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്യാറുള്ളത്. ഗോവയിലെ വൺ ഓഫ് ദി ഫേമസ് ചേർച്ചാണിത്, ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ ചേർച്ച്. 1541 ഇത് ആക്ച്വലി ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഈ ചേർച്ച് ഭയങ്കര ഫേമസ് ആണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ കാണാൻ. ആക്ച്വലി ഉള്ളിൽ കയറി കണ്ടില്ല, ബട്ട് കാണുമ്പോൾ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചേർച്ചാണ്. പിന്നീട് ആൻറ്റി മേരിയയിൽ പോയി ഒരു കോഫിയും അതുപോലെ തന്നെ സ്നാക്സും ഞങ്ങൾ കഴിച്ചിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. ഞാൻ ആക്ച്വലി ഉള്ളിലത്തെ വീഡിയോ എടുത്തിട്ടില്ല. കുറേ വീഡിയോസൊന്നും ആക്ച്വലി നമ്മൾ ഇൻക്ലൂഡും ചെയ്തിട്ടില്ല. ബിക്കോസ് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന ഒരിക്കലും വിചാരിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ചെയ്തിട്ടില്ല. പക്ഷേ ഒരു നല്ലൊരു കഫേ ടൈപ്പായിരുന്നു കേട്ടോ ഇവിടെ. നമ്മൾ ജസ്റ്റ് ഡെസേർട്ട്സ് ആണ് ട്രൈ ഔട്ട് ചെയ്ത്, ഒരു സ്നാക്സും ഡെസേർട്ടും അതുപോലെ കോഫിയൊക്കെ ആക്കി. അതിൻ്റെ തന്നെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് നമ്മൾ നടന്നു കഴിഞ്ഞാൽ ഗുജറാത്തി സ്വീറ്റ്സ് മാർട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ വൈഡ് വെറൈറ്റി ഓഫ് ഡിഷസ് ആണ് ഗുജറാത്തി ടൈപ്പ് നമുക്ക് കിട്ടുക. പല ടൈപ്പ് ഉണ്ട്. പക്കോട, അതുപോലെ ബ്രെഡ് പക്കോട ഉണ്ട്, സ്വീറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നീട് കുറേ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്തതിന് ശേഷം നൈറ്റായി. ഗോവയിൽ തന്നെ ഭയങ്കര വലിയൊരു സിറ്റി ആട്ടോ. ഇവിടെ കാസിനോ ആയിക്കോട്ടെ, ഗാംബ്ലിങ്, അങ്ങനെയുള്ള പല ടൈപ്പ് ഓഫ് കാര്യങ്ങളുണ്ട്. അതുപോലെ കുറേ ഷിപ്പ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. കാസിനോ ടൈപ്പ് ഷിപ്പുകൾ പല ടൈപ്പ് നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഷിപ്പുകളാട്ടോ ഇവിടെ ഉള്ളത്. അതിൽ തന്നെ കസിനോസ് നടക്കുന്നതും അങ്ങനെയുള്ള എല്ലാ ടൈപ്പും നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലേസ് തന്നെ കേട്ടോ ഇത്. ഇവിടെ ഞങ്ങൾ കുറേ നൈറ്റ് കുറേ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്.
ഭയങ്കര ഒരു റെയിനി ക്ലൈമറ്റ് ആയിരുന്നു ഞങ്ങൾ പോയ ടൈമിൽ. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് റെയിൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോക്ക് ഇത്തിരി ക്ലാരിറ്റി കുറവാണ്. ബട്ട് നിങ്ങൾ എന്തായാലും എല്ലാ ഗ്ലിംസും ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഉള്ളതൊക്കെ ഷെയർ ചെയ്യണത്. ബ്യൂട്ടിഫുൾ ആൻഡ് ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള സിറ്റിയാണിത്. പോർച്ചുഗീസുകാർ റൂൾ ചെയ്തതുകൊണ്ട് ഇവിടെയുള്ള ഫുഡ് കൾച്ചറൊക്കെ ഭയങ്കര പോർച്ചുഗീസ് ടച്ച് ഉള്ളതാണ്. ഫ്ലേവേഴ്സും അങ്ങനെ തന്നെയാണ്. ഭയങ്കര മൈൽഡായിട്ടുള്ള ഫ്ലേവേഴ്സ് ആയിരുന്നു ഫുഡിനൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇവിടെ കൂടുതലും പോർച്ചുഗീസ് ഇന്ത്യൻ കൾച്ചർ മിക്സ് ആയിട്ടാണ് ഉള്ളത്. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റി തന്നെയാണിത്. സിറ്റി ലൈഫ് ആയാലും ബീച്ച് ലൈഫ് ആണെങ്കിലും എൻ്റയർലി ഡിഫറെൻ്റ് ടൈപ്പാണ് ഇവിടെ വന്ന് കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുക. ഭയങ്കരമായിട്ട് ബീച്ച് ലൈഫും നമുക്ക് കിട്ടും, സിറ്റി ലൈഫും ഇവിടെ നമുക്ക് കിട്ടും. ബീച്ച് സൈഡ് എന്ന് പറഞ്ഞാൽ എൻ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. മാർക്കറ്റ്സും അതുപോലെ തന്നെ കുറേ സ്റ്റാൾസും പല ടൈപ്പ് ഓഫ് പീപ്പിൾസും അവരൊരു എൻജോയ്മെൻറ്റും ഷാക്സും എല്ലാം ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. എന്നാൽ സിറ്റി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഗാംബ്ലിങ്, കാസിനോ, അതുപോലെ ഹൈഫൈ ആയിട്ടുള്ള ബിൽഡിങ്സ്, റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ആയിട്ട്. അതുപോലെ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ ഇവിടെ. ഒരു ഓവർ ബ്രിഡ്ജാണ്, വൺ ഓഫ് ദി ഹൈവേ കൂടിയാണ്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇത് കാണാൻ. ഇത് രാവിലെ കണ്ടിരുന്നു, ബട്ട് നൈറ്റ് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ ബ്യൂട്ടി എത്രയാണെന്നുള്ളത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ഗോവൻ സിറ്റിയിൽ ഒരു നൈറ്റ് സ്റ്റേ ചെയ്ത് നെക്സ്റ്റ് ഡേ ഞങ്ങൾ ഗോവൻ വില്ലേജസിലേക്കാണ് പോയത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വില്ലേജസ് ആട്ടോ ഈ ഭാഗത്തുള്ളത്. അതുപോലെ തന്നെ നേച്ചർ ഫ്രണ്ട്ലിയും എക്കോ ഫ്രണ്ട്ലിയും ആയിട്ടുള്ള വില്ലേജാണ് ഇവിടെ ഉള്ളത്. സിറ്റി ലൈഫ് കണ്ട ഒരിക്കലും പറയില്ല ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വില്ലേജസ്. 17 hours ഓഫ് ഗോവൻ ട്രിപ്പായിരുന്നു ഇത്. ഈ ഒരു ഡ്രൈവ് ആക്ച്വലി ഭയങ്കര എക്സൈറ്റിങ്ങും അതുപോലെ തന്നെ മെമ്മറബിളും ആയിട്ടുള്ളതായിരുന്നു. ഈ കേരള ടു ഗോവ ട്രാവൽ സീരീസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഐ വാസ് സോ എക്സൈറ്റഡ് ആക്ച്വലി നിങ്ങളായിട്ട് ഇതെല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്നതിനും. ഈവൻ ദോ ക്ലാരിറ്റി ഇല്ലെങ്കിൽ പോലെ ഈവൻ ദ സ്മോളസ്റ്റ് ഗ്ലിംസ് അടക്കം ഷെയർ ചെയ്യാൻ പറ്റിയില്ലേ. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇനി ഏത് ടോപ്പിക്സാണ് വീഡിയോ ചെയ്യേണ്ടതിനും അങ്ങനെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും എന്തായാലും എന്നായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്.